ആലങ്ങാട് തിരുവാലൂർ സ്വദേശിയായ 20 വയസ്സുകാരൻ അഭിജിത്ത് എന്ന യുവാവിനെ തന്റെ വീട്ടിലെ മുറിയിൽ ഏപ്രിൽ 17-ന് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതുവരെ അവന്റെ ദേഹത്തുള്ള പാടുകളുടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ കൈവശമുണ്ട്. അതേപോലെ തന്നെ മറ്റേ ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റ് നമ്മളുടെ കൈവശമുണ്ട്. ഇങ്ങനെയുള്ള ഒരു അന്ന് തന്നെ അവൻ ആശുപത്രിയിൽ പോയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൂണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അതിൽ എവിടെയെല്ലാമാണ് പാടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അടിച്ചത് അതിന് ശേഷം പോലീസ് അവിടെ പിടിച്ചു വെക്കുമ്പോ SI എന്തോ മർദ്ദിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. അയാൾ എന്നെ തല്ലി എന്നുള്ള രീതിയിൽ അവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോ 12-ാം തീയതി വെളുപ്പിന് ഇവിടുത്തെ ഒരു BJP പ്രാദേശിക നേതാവും അതേപോലെ മുൻ പഞ്ചായത്ത് അംഗവും ആയിട്ട് ഒരു വാക്കുതർക്കത്തിൽ അവൻ ഏർപ്പെട്ടിരുന്നു. ഉത്സവത്തിന്റെ സമയമായിരുന്നു. എന്നിവർ ചേർന്ന 7 അംഗ സംഘത്തിൽ അവനെ കമ്പിവടി ഉപയോഗിച്ച് മർദ്ദിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് അവൻ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അന്ന് തന്നെ ആലുവ ഗവൺമെന്റ് ആശുപത്രിയിലും ശേഷം അവിടെ നിന്ന് റെഫർ ചെയ്തിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പോയിരുന്നു. അതിന്റെ രേഖകൾ ഉപയോഗിച്ചിട്ട് 12-ാം തീയതി രാവിലെ അവൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും കേസ് കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഞങ്ങളുടെ അറിവ്. പക്ഷെ ഇവൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ പേരില് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവൻ എന്നെ ഉപദ്രവിച്ചു എന്ന പേരിൽ ഇവനെതിരെ കേസ് പോലീസ് സ്റ്റേഷനിൽ അവരെടുക്കുകയാണ് ചെയ്തത്. അപ്പോ ഇവന്റെ കേസ് അവര് കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ് 12-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് പ്രസാദൂട്ട് കഴിക്കാൻ പോയ അവനെ പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന് തിരുവാലൂര് മഹാദേവ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. ഒരു കാരണവും കൂടാതെ കരുതൽ തടങ്കിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ അവനെ കൊണ്ടുപോയിരുത്തുകയും അവനെ വിട്ടുതരില്ല എന്നുള്ള രീതിയിൽ പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ രാത്രി ഞങ്ങള് കുറച്ച് പ്രാദേശിക നേതാക്കളായിട്ട് ഇടപെട്ട് അവർ വിളിപ്പിച്ച് പറഞ്ഞ് അവനെ വിട്ടയക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അന്ന് തന്നെ അവന്റെ വാഹനം അവർ പിടിച്ചു വെക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത് എല്ലാം കഴിഞ്ഞ് പലതവണ അവൻ ചെന്നെങ്കിലും വാഹനം വിട്ടു നൽകാൻ അവർ തയ്യാറായില്ലായിരുന്നു. പിന്നീട് 16-ാം തീയതി രാവിലെയാണ് ഇവനും കേസ് കൊടുത്തിട്ടുള്ളതാണെന്നുള്ള പേരിൽ ഇവന്റെ മൊഴി എടുക്കണം എന്നുള്ള രീതിയിൽ ഇവനും എന്റെ അച്ഛനും കൂടെ ചെന്നിരുന്നു പാലോ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ. പക്ഷെ അവര് 1.5 മണിക്കൂർ ഇവര് വെയിറ്റ് ചെയ്തിട്ടും അവന്റെ മൊഴി എടുക്കാനായിട്ട് അവർ തയ്യാറായില്ല. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അവിടെ നിന്ന് ഒരു മഫ്തിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവന് നിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല, 12-ാം തീയതി ഈ പോലീസ് സ്റ്റേഷനിൽ ഇവനെ പിടിച്ചുകൊണ്ട് വെച്ച സമയത്ത് ഇവനെ അവിടെ ഉണ്ടായിരുന്ന SI മർദ്ദിച്ചു എന്നും അവൻ പറഞ്ഞിരുന്നു. അവനെ തല്ലി എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പോ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും മൊഴി എടുക്കാത്തത് കൊണ്ട് അവര് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഇവനെതിരെ ശേഷം ഇവൻ പരാതി കൊടുത്തത് അവർ കൺസിഡർ ചെയ്യാതിരിക്കുകയും ഇവനെതിരെ ഇവര് കേസ് എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിലെല്ലാം അവന് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് മരിക്കുന്നതിന്റെ അന്ന് രാത്രി അവൻ എന്നെ വിളിച്ച് ഇതെല്ലാം പറയുണ്ടായിരുന്നു. എനിക്ക് അവരെന്നെ ജീവിക്കാൻ അനുവദിക്കില്ല, എനിക്കൊരു പാസ്പോർട്ടോ PCCയോ എനിക്ക് കിട്ടാനൊന്നും പോണില്ല, എനിക്കെതിരെ കേസെടുത്തു, എന്റെ മൊഴി പോലും അവരെടുത്തില്ല, അവരെന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള രീതിയിൽ അവൻ മാനസികമായിട്ട് വളരെയധികം തളർന്നിരുന്നു. പക്ഷെ അപ്പോഴും വളരെയധികം ഭീഷണിയുടെ സ്വരത്തിലാണ് അയാള് മറുപടി പറഞ്ഞത്. അതായത് അവന് PCCയും പാസ്പോർട്ടും ഒന്നും കിട്ടേണ്ട, അവൻ നാട്ടിൽ തെണ്ടി നടക്കട്ടെ, ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതുകൊണ്ട് ഞങ്ങൾ അവനെ നേരിട്ട് കൊള്ളാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവന് നീതി ലഭിച്ചില്ല. അതുപോലെ തന്നെ ആരും അവനെ കേൾക്കാൻ പോലും തയ്യാറായില്ല. ഇവിടുത്തെ ആലോ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ മർദ്ദിക്കുകയും ചെയ്തു. അതേപോലെ നാട്ടുകാരുടെ മുമ്പിലിട്ടും അവനെ മർദ്ദിച്ചു. ശേഷം നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് അവനെ അപമാനിച്ച് പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും അവന്റെ വണ്ടി പിടിച്ചു വെക്കുകയും അവന്റെ ഫോൺ തല്ലി പൊട്ടിക്കുകയും ചെയ്തു എന്നുള്ളതിലെല്ലാം അവൻ അതിയായ മനോവിഷമവും അനുഭവപ്പെട്ടിരുന്നു. അതിനാലാണ് അവൻ ഇത് ചെയ്തത്. അന്ന് രാത്രിയും എന്നെ അത് വിളിച്ച് പറഞ്ഞിരുന്നു. അന്ന്
തുടർന്ന് പോലീസുകാർ വന്നിട്ട് അവന്റെ ഫയലുകൾ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവന്റെ കയ്യിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ രേഖകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ കേസ് കൊടുത്തതിന്റെ ഉള്ള ഒരു റെസീപ്റ്റും കൊടുത്തിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞ് എനിക്ക് അറിവുള്ളത്. അപ്പൊ ഇതൊന്നും പിന്നീട് ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് പോലീസുകാർ ഫയലിൽ നിന്ന് എന്തൊക്കെയോ എടുത്തോണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും നമ്മളെ കാണിച്ചു തരികയോ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ മൊഴി എടുക്കാൻ വന്നതിന് ശേഷം മൊഴി എഴുതിയിട്ട് അത് നമ്മളെ കൊണ്ട് ഒപ്പിടിക്കുകയോ അതോ വായിച്ചു നോക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് അവര് തയ്യാറായിട്ടില്ല. കുടുംബത്തിന്റെ ആവശ്യം അഭിജിത്തിന്റെ ഈ മരണത്തിലേക്ക് നയിച്ച ആളുകളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ്. പക്ഷേ ഇതുവരെ ഇതിന് പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. തുടർന്ന് അഭിജിത്തിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരിക്കുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത നീതി മരിച്ചപ്പോഴെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അഭിജിത്തിന്റെ കുടുംബം.